മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിപാടി കഴിയാറായി. ഈ അടുത്ത് തന്നെ ഡാം വീഴും. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ ഏതൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാലും തൊട്ടടുത്ത സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ്, ഇനി എപ്പോഴാണെന്നാവോ മുല്ലപ്പെരിയാർ ഇങ്ങ് പൊട്ടി വരാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. എങ്ങനെയൊക്കെ ആയാലും മുല്ലപ്പെരിയാർ പൊട്ടി എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന്, എറണാകുളംകാരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ണൂർ ജില്ലയിലേക്കോ കാസർഗോട്ടോ ഒക്കെ പെട്ടെന്ന് പോകണം. 4 മണിക്കൂർ സമയമുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടി അല്ലെങ്കിൽ ഇടുക്കിയൊക്കെ തകർത്ത് വെള്ളം ഇവിടം വരെയും വരാനായിട്ട്. അപ്പൊ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേരിങ്ങനെ ആലോചിച്ചു കൂട്ടും. ഇപ്പൊ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഏതൊരു പ്രകൃതി ദുരന്തം ഉണ്ടായി കഴിഞ്ഞാലും തൊട്ടടുത്ത സമയം തൊട്ട് ജനങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ആലോചന ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്? ഈ അടുത്ത് നമ്മുടെ വയനാട് ജില്ലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് 300-ലധികം ജനങ്ങൾക്കാണ് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഇപ്പോൾ നോക്കിക്കാണുന്നത് മുല്ലപ്പെരിയാർ ഡാം ഇനി എന്നാണെന്നാവോ പൊട്ടിയെടുത്തിങ്ങ് വരാൻ പോകുന്നത്. എല്ലാവരുടെയും മനസ്സിൽ അതൊരു ആശങ്കയായിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു വെള്ളം നമ്മളോട് പ്രതികരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു മുല്ലപ്പെരിയാർ ഡാമിൽ അടങ്ങിയിരിക്കുന്ന 15 TMC വെള്ളം 64 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമിൽ 15 TMC വെള്ളം 142 അടി പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത്രയും വെള്ളം ഒറ്റയടിക്ക് പൊട്ടി ഇങ്ങെടുത്ത് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് അതിനെ പിടിച്ച് വെക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമുക്കൊട്ടും അതിനോട് വിശ്വസിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനോട് യോജിക്കാനായിട്ടോ സാധിക്കില്ല. കാരണം നമുക്കറിയാം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇടുക്കി ഡാമും പണിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. ഈ പറയുന്ന 15 TMC വെള്ളം മാത്രമല്ല, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പണിഞ്ഞിരിക്കുന്ന കല്ല്, മണ്ണ്, പാറ, അതുപോലെ തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ ഇടിച്ചു പൊളിച്ച് വരാൻ പോകുന്ന മുല്ലപ്പെരിയാറിന്റെ അടുത്ത് താമസിക്കുന്ന വ്യക്തികളുടെ വീട്, ബിൽഡിങ്, കാര്യങ്ങളെല്ലാനും മരങ്ങളും എല്ലാനും കൂടി ഇടിച്ച് തകർത്ത് ഇടുക്കി ഡാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇടുക്കി ഡാമിന് അതിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ശക്തി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം അതിനെ പിടിച്ച് വെക്കണേ, ആ ഒരു വെള്ളം ഇടുക്കി ഡാമിൽ ഉൾക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. നമ്മുടെ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് സുർക്കി എന്ന് പറയുന്ന ഒരു ഒരു കോൺക്രീറ്റ് കൊണ്ടാണ്. ഇപ്പോഴത്തെ കോൺക്രീറ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ 1/6 ശക്തി മാത്രമാണ് ഈ പറയുന്ന സുർക്കി എന്ന് പറയുന്ന ഈ ഒരു കോൺക്രീറ്റിനുള്ളത്. ഈ സുർക്കി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടൊന്നുമല്ല. വെറും മണ്ണും ചുണ്ണാമ്പും കൂട്ടിക്കുഴച്ച് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് ഈ സുർക്കി എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺക്രീറ്റ് ആവും. അപ്പൊ ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് പേര് പറയുന്നത് നമുക്ക് കാണാം, മുല്ലപ്പെരിയാർ ഒരിക്കലും പൊട്ടില്ല, അത് സുർക്കിയും മിശ്രിതം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതെങ്ങനെ പൊട്ടാനാണെന്നൊക്കെ പറയുന്നവർ. അതൊക്കെ വെറുതെ ഈ കേരളത്തിലുള്ള ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഭയങ്കര അറിവ് ഉള്ള ആളുകളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ചില വ്യക്തികളാണ് ഈ സുർക്കി മിശ്രിതം ഇത്രയും കാഠിന്യമേറിയ അല്ലെങ്കിൽ കട്ടിയേറിയ സാധനമാണ്, ഭയങ്കര ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. സുർക്കി മിശ്രിതം എന്താണെന്ന് അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ ഒരുപാട് പേര്. വെറും മണ്ണും ചുണ്ണാമ്പുമാണ് ഈ പറയുന്ന സാധനം. അപ്പോൾ ഈ ഒരു സമയത്ത് മുല്ലപ്പെരിയാർ ഡാമിന്റെ തൊട്ടടുത്ത് നിന്ന് എടുത്ത ചില ഫോട്ടോസ് ഇപ്പൊ ഗൂഗിളിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ അടുത്തുള്ള വശങ്ങളിൽ ഈ പറയുന്ന സുർക്കി മിശ്രിതം ഒലിച്ച് കിടക്കുന്നത്. ഒരു ഡാമിന്റെ ഈ പറയുന്ന അരികത്തുള്ള വശങ്ങൾ ഏത് സമയത്തും ഡ്രൈ ആയിട്ടിരിക്കണം. ഇടുക്കി ഡാമിന്റെ ഒക്കെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാം. ഒരാന ചെന്ന് നിന്ന് കഴിഞ്ഞാലും ആ ഇടുക്കി ഡാമിന്റെ സൈഡിലുള്ള ആ ഒരു സ്ഥലങ്ങൾക്ക് യാതൊരു ഇടിവും ഒന്നും സംഭവിക്കില്ല. പക്ഷെ മുല്ലപ്പെരിയാർ ഡാമിന്റെ കേസ് അതല്ല. ഒരു ആന ചെന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ആന ചെളിയിൽ താന്നു പോകും. അത് തന്നെ വലിയൊരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഡാം ഭയങ്കര വീക്കാണെന്ന് പറയാനായിട്ട്. അങ്ങനെ മുല്ലപ്പെരിയാർ ഡാമിലെ ഈ പറയുന്ന 142 അടി പൊക്കം ഉള്ള വെള്ളം, അല്ലെങ്കിൽ 64 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ നിൽക്കുന്ന 15 TMC വെള്ളം ഒറ്റയടിക്ക് പൊട്ടി തകർന്നുകൊണ്ട് പാറയും മരവും കല്ലും ബിൽഡിങ്ങുകളെല്ലാം കൂടി ചെന്ന് പെട്ടെന്ന് ഇടുക്കി ഡാമിലേക്ക് ചെല്ലും. അധികം സമയമൊന്നും വേണ്ട, കാരണം 50 കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന ഇടുക്കി ഡാം എന്ന് പറയുന്നത്. നേരെ ഈ ഡാമും ഒലിച്ച് നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇടുക്കി ഡാമും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, 65 സ്ക്വയർ കിലോമീറ്ററിൽ 852 അടി പൊക്കമുള്ള ഒരു ഡാമാണ് ഈ പറയുന്ന ഇടുക്കി ഡാം. അവിടെ ഏകദേശം ഒരു 60 TMCയിലധികം വെള്ളം ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 80 TMC. ഇടുക്കി ഡാമും മുല്ലപ്പെരിയാർ ഡാമും പൊട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതായിരിക്കും
തൊട്ടടുത്തുള്ള ഡാമുകളായിട്ടുള്ള ഭൂതത്താൻകെട്ട്, ലോവർ പെരിയാർ, ചെറുതോണി, ഈ പറയുന്ന എല്ലാ അണക്കെട്ടുകളും പൊട്ടിത്തകരുന്നതായിരിക്കും. ഇതിന്ന് എല്ലാം കൂടി ചേർത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 120 TMC വെള്ളമാണ് മലയും കല്ലും മണ്ണും പാറയും മണ്ണും ബിൽഡിങ്ങുകളും എല്ലാം ഒക്കെ ഇടിച്ച് തെറിപ്പിച്ചങ്ങ് ഇറങ്ങി വരാൻ പോകുന്നത്. എറണാകുളം ജില്ലയും ഇടുക്കി ജില്ലയും കൊച്ചി ജില്ലയൊക്കെ അടിച്ച് തൂത്തുവാരി പോകും. അപ്പൊ എല്ലാവരും പറയും കാസർഗോഡ്, കണ്ണൂര് എന്നുള്ള ജില്ലകളൊക്കെ ഭയങ്കര സേഫ് ആണെന്ന്. അവിടെയും ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. പറയാം, മറ്റൊന്നുമല്ല, നമ്മുടെ കൊച്ചി ജില്ലയിൽ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ചെന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന BPCL പൊട്ടിത്തകരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. BPCL അടങ്ങിയിരിക്കുന്ന ക്രൂഡ് ഓയിലിന് നമ്മുടെ ലോകത്തെ മുഴുവനും നിർത്തി കത്തിക്കാനായിട്ടുള്ള ഒരു ശേഷിയുള്ള സാധനമാണ് BPCL അടങ്ങിയിരിക്കുന്ന ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. ആ ക്രൂഡ് ഓയിൽ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും വെള്ളത്തിൽ, അപ്പൊ എല്ലാവരും പറയും ക്രൂഡ് ഓയിൽ അത്രമാത്രം ഉണ്ടാകുമോ, ഇതൊക്കെ വെള്ളത്തിൽ അലിഞ്ഞേർന്ന് പോകൂലേ? ഒരിക്കലും പോവില്ല. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന സാധനം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന അടിച്ചു പൊളിച്ചു വരാൻ പോകുന്ന വീടുകളിലെ നമ്മുടെ LPG പാചകവാതകം, അതുപോലുള്ള പല ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള പല വസ്തുക്കളും ഈ ഒരു ഡാമിനൊപ്പം ഇങ്ങോട്ട് അടിച്ചു തെറിപ്പിച്ച് വരും. ഇതൊക്കെ ചെന്ന് കടലിലേക്ക് പോകും. പിന്നീട് കടൽ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. പണ്ട് ലിബിയയിൽ ഇതുപോലൊരു ഡാം പൊട്ടിയ സമയത്ത് നമ്മൾ എന്താണ് ഈ പറയുന്ന ലിബിയയിലെ ഡാം പൊട്ടിയിട്ടുള്ള എല്ലാ വെള്ളവും ഒറ്റയടിക്ക് കടലിലേക്ക് ചെന്നു. കടലിൽ നിന്ന് പിന്നെ അത് തിരിച്ചു വന്ന കാര്യം നിങ്ങൾ എല്ലാവരും പല മാധ്യമങ്ങളിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാകും. 8 നില കെട്ടിടത്തിന്റെ പൊക്കത്തിലാണ് സുനാമി ആയിട്ട് ആ ലിബിയയിലെ വെള്ളം അടിച്ചു തെറിപ്പിച്ച് ഡെർണ എന്ന് പറയുന്ന ആ ഒരു നഗരം മൊത്തം ഇല്ലാതാക്കിയത്. ലിബിയയിലുള്ള വെള്ളത്തിന്റെ ഏകദേശം 10 മടങ്ങാണ് നമ്മുടെ മുല്ലപ്പെരിയാർ, ഇടുക്കി ഡാമുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലല്ലേ, ഒന്ന് ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്ന കേരളം തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിൽ നമ്മുടെ കടലിൽ പൊങ്ങിക്കിടക്കുന്നതായിരിക്കും. വിദേശ രാജ്യങ്ങൾക്ക് വരെയും ആപത്തായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണത്. ക്രൂഡ് ഓയിൽ എങ്ങാനും ചെറിയൊരു ഫോണിന്റെ സ്പാർക്ക് മതി ഈ പറയുന്ന ക്രൂഡ് ഓയിൽ പോലുള്ള വസ്തുക്കളൊക്കെ കത്താനായിട്ട്, അല്ലെങ്കിൽ ഒരു കല്ലിൽ നിന്നുണ്ടാവുന്ന സ്പാർക്ക് മതി. ഈ പറയുന്ന ഇടിച്ചു പൊളിച്ചു വരാൻ പോകുന്ന കല്ലും മണ്ണും പാറയും കൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്ഫോടനം അവിടെയും ഉണ്ടാവാനായിട്ടുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. പിന്നീട് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നല്ല, എവിടെയും ഒരു ഡാമുകളും ഇതുവരെയും റീകമ്പീഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം വലിയൊരു മതിൽക്കെട്ട്, ആ മതിൽക്കെട്ടിന്റെ ഇപ്പുറം വെള്ളം, അപ്പുറം മറ്റുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഈ മതിൽക്കെട്ട് എത്രത്തോളം ഇടിച്ചു താഴ്ത്തി അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇറക്കി അല്ലെങ്കിൽ സിമെന്റ് ഇട്ട് ഇറക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പുറം ഒരു സൈഡ് ഫുള്ള് വെള്ളമാണ്. ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അടിവരെയും തുരന്ന് ഈ പറയുന്ന റീകമ്പീഷൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഏഷ്യയിൽ ഒരു പഠനം വന്ന സമയത്ത് ഏഷ്യയിൽ പൊട്ടിത്തകരാനായിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് റീകമ്പീഷൻ ചെയ്യേണ്ട ഡാമുകളിൽ 1ാം സ്ഥാനത്താണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ. 9 ഡാമുകളാണ് ഏഷ്യയിലെ പഠനത്തിൽ സ്ഫോടനം സംഭവിക്കാനായിട്ട് അല്ലെങ്കിൽ പൊട്ടിത്തകരാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. അതിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഡാമാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ. അന്ന് ഈ പറയുന്ന പഠന റിപ്പോർട്ടുകൾ വന്ന സമയത്ത് എല്ലാവരും പുച്ഛിച്ച് തള്ളി, ഇത്തരത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഡാമുകൾ പൊട്ടില്ല. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും ഈ പറയുന്ന ഡാമുകളെ പറ്റി ഒരു പഠനം വന്ന സമയത്തും വളരെ പെട്ടെന്ന് റീകമ്പീഷൻ ചെയ്യേണ്ട 100 ഡാമുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് റീകമ്പീഷൻ ചെയ്യേണ്ട ഒരു ഡാം മുല്ലപ്പെരിയാർ ആണെന്നുള്ള കാര്യം ആ ഒരു പഠന റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവർക്കും പേടിയായി. കാരണം സായിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് പേടിയാവുമല്ലോ. അപ്പൊ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് അയ്യോ ഇനിയിപ്പോൾ ഇത് പൊട്ടും, എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ പിടിപ്പെടാനായിട്ട് തുടങ്ങി. സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പെട്ടെന്ന് തന്നെ റീകമ്പീഷൻ ചെയ്യേണ്ട ഡാമുകളിൽ ഒന്നാണ്. ഇപ്പോൾ ഗൂഗിൾ വിഷനിൽ നമ്മൾ ഈ ഒരു ഡാമിന്റെ ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹോളുകളും ഡാം ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതൊക്കെ ആയിട്ട് കാണാം. ഈ സൈഡിൽ ഞാൻ അതിന്റെ പിക്ചർ വെക്കാം. ഡാം ശരിക്കും ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. വളരെ ഉയരത്തിൽ നിന്ന് ക്യാപ്ചർ ചെയ്തൊരു പിക്ചറാണത്. അതിൽ തന്നെ ഇത്രയും വ്യക്തമായിട്ട് ഒരു വളവ് കാണുന്നുണ്ടെങ്കിൽ ആ ഡാം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. അതുപോലെ തന്നെ വളരെ പാടുപെട്ടൊരു ഫോട്ടോഗ്രാഫർ ആ ഒരു ഡാമിന്റെ പല ചിത്രങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ വ്യക്തമായിട്ട് ഡാമിന്റെ ഹോളുകളെ വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഹോളുകൾ വന്ന സമയത്ത് ഡാമിനെ പരിപാലിക്കാൻ നിൽക്കുന്ന എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് സിമന്റ് എടുത്ത് അടിച്ച് അല്ലെങ്കിൽ കല്ലും മണ്ണും കുത്തിക്കയറ്റി വെച്ച് ആ ഒരു ഹോൾ അടക്കുന്ന ഒരു പരിപാടി. ഇത്തരത്തിലൊക്കെ ചെയ്യുന്ന ഒരു ഡാം, അതാണ് നമ്മുടെ എഞ്ചിനീയേഴ്സിന്റെ പിടി എന്ന് പറയുന്നത്. ഇത്തരത്തിലൊക്കെ ചെയ്യുന്ന ഒരു ഡാം എത്ര നാള് ഇതുപോലെ നിൽക്കുമെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടി തന്നെ ഇരിക്കുന്നു.
ജോൺ പെനിക്യൂക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ പറയുന്ന ഡാം ഉണ്ടാക്കിയ സമയത്ത് 50 വർഷമാണ് ഈ ഒരു ഡാമിന് കാലാവധി പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഒരു ഡാം റീകംപ്ലീഷൻ ചെയ്യണമെന്നുള്ള കാര്യം അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 128 വർഷമായി. 128 വർഷം നമ്മുടെയൊക്കെ ആയുസിന്റെ ബലം കൊണ്ട് ഈ ഒരു ഡാം നിന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. 50 വർഷം ആയുസ് പറഞ്ഞൊരു ഡാം 128 വർഷം പൂർത്തിയാക്കാണ് ഇപ്പോഴും ആ ഡാമിന് ഒന്നും സംഭവിക്കില്ല, ഒന്നും പറ്റില്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ എറണാകുളം, അതുപോലെ തന്നെ കൊച്ചി, ഇടുക്കി ജില്ലകൾക്കൊക്കെ ആപത്ത് സംഭവിക്കുള്ളൂ. മറ്റുള്ള ജില്ലകളിൽ വെള്ളപ്പൊക്കം വരില്ല, സുനാമി വരില്ല എന്നൊക്കെയാണ് പറയുന്നത്. കണ്ടു തന്നെ അറിയണം ഈ കാര്യങ്ങളെല്ലാവരും. ഇടുക്കി ഡാമും മുല്ലപ്പെരിയാറും ചെറുതോണി, ലോവർ പെരിയാർ, ഭൂതത്താൻകെട്ട്, ഈ പറയുന്ന എല്ലാ ഡാമുകളും പൊട്ടി ഒലിച്ച് വന്നു കഴിഞ്ഞ് കടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കടൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്. കടലിൽ നിന്ന് അടിച്ചു വരുന്ന സുനാമിക്ക് കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, തിരുവനന്തപുരം ജില്ല, കേരളം, തമിഴ്നാട്, കർണാടക ഒന്നുമില്ല. മംഗലാപുരം പോവും, ഗോവ പോവും, ബോംബെ പോവും, എല്ലാം പോകും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഡാം റീകംപ്ലീഷൻ ചെയ്യുന്നത് പോസിബിൾ അല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ ചെയ്യണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു സമയത്തും കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിന് വളരെ പെട്ടെന്ന് തന്നെ 173 അടിയാക്കണം മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം. 142 അടിയാണ് ഇപ്പൊ കേരളം അനുവദിച്ചിരിക്കുന്ന അളവെന്ന് പറയുന്നത്. ഈ ഒരു അളവിന് തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലും ഡാമിന്റെ ഈ ഒരു നിൽക്കുന്ന ഡാം വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിത്തകരും എന്നുള്ള കാര്യം കേരളത്തിന് അറിയാം. അതുകൊണ്ട് 142 അടിയിൽ തന്നെ നിർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് ജില്ലക്ക് അത് 173 ആക്കണം, പെട്ടെന്ന് എല്ലാവരെയും കൊന്നളയാലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുല്ലപ്പെരിയാർ ഡാമിനെ ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ആളിക്കത്തുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയം. ഒരുപാട് പേര് ഇതിനെ ചൊല്ലി വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം ഇത്രയും നാൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപാട് വ്യക്തികൾ ഇതിനെപ്പറ്റി പഠിച്ചു, ഒരുപാട് പഠന റിപ്പോർട്ടുകൾ പുറത്തിറക്കി. ഇതുവരെയും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി ഈ ഒരു സമയത്ത് എന്ത് മാറ്റാനാണ്? ജനങ്ങളുടെ കാര്യം പോയി, നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം ഏകദേശം തീരുമാനമാകും. ഈ ക്രൂഡ് ഓയിൽ കലർന്ന വെള്ളം കടലിൽ ചെന്ന് അവിടെ സ്ഫോടനം സംഭവിച്ചിട്ട് കടൽ ജീവികളുടെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമാകും. ഈ ക്രൂഡ് ഓയിലിന്റെ സ്ഫോടനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് തീയിട്ട് കത്തിക്കണമെന്നൊന്നുമില്ല, ചെറിയൊരു ഫോണിന്റെ സ്പാർക്ക് ഉണ്ടായാലും മതി. അപ്പൊ വിദേശ രാജ്യങ്ങൾക്ക് വരെ ഭീഷണിയായിട്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഡാം എത്രയും പെട്ടെന്ന് അത് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് അതിൻ്റെതായിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിനെക്കുറിച്ച് പഠിച്ച എഞ്ചിനീയേഴ്സിന്റെ താല്പര്യങ്ങളും തീരുമാനങ്ങളും അനുസരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ജനങ്ങൾ സേഫ് ആവുന്ന രീതിയിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പണിഞ്ഞു തരണം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം. താങ്ക്